ക്യൂബൻ വിപ്ലവ പോരാളി ഫിദൽ കാസ്ട്രോ ജനിച്ചിട്ട് ഇന്നേക്ക് ഒരു നൂറ്റാണ്ട്. ക്യൂബൻ മാനവമോചന പോരാട്ടങ്ങൾക്ക് ഫിദൽ കാസ്ട്രോ നൽകിയ ഊർജവും പേരെയാണ് ഇന്നും ക്യൂബ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നയിക്കുന്നത്. ഓഗസ്റ്റ് 13 ക്യൂബയിൽ ജനിച്ച വിപ്ലവ പോരാളി, ക്യൂബ എന്ന ദ്വീപ് രാഷ്ട്രത്തെ ലോകത്തിന്റെ സമരനൗകയാക്കിയ ഫിദൽ കാസ്ട്രോ ബാറ്റിസ്റ്റയുടെ ഭരണകൂട ഭീകരതയിൽ, വർഗീയതയിലും അജ്ഞതയിലും അസമത്വത്തിലും വിറങ്ങലിച്ചു നിന്ന ക്യൂബൻ സമൂഹത്തിലേക്കായിരുന്നു ഫിദലിന്റെ കടന്നുവരവ്. ഒരു പുതിയ സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുക എന്ന വലിയ ദൗത്യം ഫിദൽ ഏറ്റെടുത്തു. അതിനയാൾ കണ്ടെത്തിയ മാർഗം പുതിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു. ഫിദൽ മനുഷ്യരിൽ ജീവിതം കെട്ടിപ്പടുക്കുക മാത്രമല്ല, ഒരു ജീവിതത്തെ അർത്ഥപൂർണമായി നിർവചിക്കാനും സാർവദേശീയതയെ മതമായി സ്വീകരിക്കാനും ലോകത്തെ വേദനിക്കുന്ന എല്ലാ മനുഷ്യരെയും തങ്ങളിലേക്ക് ചേർക്കാനും കുഞ്ഞു ക്യൂബയെ പഠിപ്പിച്ചു. ക്യൂബൻ വിപ്ലവത്തിന്റെ സത്തയും അതുതന്നെയായിരുന്നു. നീണ്ട 27 വർഷത്തെ തടവിന് ശേഷം മോചിതനായ നെൽസൺ മണ്ടേല ആദ്യമെത്തിയത് ഹവാനയിലേക്കാണ്. ഫിദലിനെ കാണാനാണെന്നത് ചരിത്രം. അന്ന് അദ്ദേഹം പറഞ്ഞു, വർണ്ണവിവേചനത്തിനായുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ആദ്യ രാജ്യം ഈ ക്യൂബയാണ്, ഫിദലാണ്. ഇത് മണ്ടേലയുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് ജന്മനാടിന്റെ മോചനത്തിനായി പോരാടിയ അങ്കോളയിലെയും കേപ്പ് വെർദയിലെയും ഗാനയിലെയും സാംബിയയിലെയും അടക്കം 17 രാജ്യങ്ങളിലേക്കാണ് ക്യൂബൻ വിപ്ലവപ്പട കടന്നു ചെന്നത്, പോരാടിയത്. 2016 ഫിദൽ കാസ്ട്രോ മരണപ്പെടുന്നതുവരെ അമേരിക്കൻ ചാരക്കണ്ണുകൾ തേടിയത് ഫിദലിനു വേണ്ടിയായിരുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കാനാവാതെ 8 അമേരിക്കൻ പ്രസിഡന്റുമാർ തോറ്റുമടങ്ങി. എന്നാൽ ഇതേ ഫിദൽ കാസ്ട്രോ ഇന്നും അമേരിക്ക സാമ്രാജ്യത്വ ശക്തികളെ അലോസരപ്പെടുത്തുന്നു. അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധം ക്യൂബൻ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫിദലിനെ ഉദ്ധരിച്ച് ക്യൂബയ്ക്കെതിരെ കുറ്റപത്രം ഇറക്കിയത്. എന്നാൽ ബാറ്റിസ്റ്റയെ തോൽപ്പിച്ച ക്യൂബ അവിടെയും പതറാതെ പിടിച്ചു നിൽക്കുന്നത് ഫിദൽ നൽകിയ ഊർജത്തിലും അദ്ദേഹത്തിന്റെ ആശയത്തിലുമാണ്. സമരങ്ങൾ ഇല്ലാതാവുന്നില്ല, പോരാട്ടം തുടരും. എന്നത്തെക്കാളും തീവ്രമായി ഞങ്ങളുടെ മണ്ണ് അതിന്റെ മുൻനിര പോരാളികളായിട്ടുണ്ടാവും എന്ന വാക്കിലാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.